എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പും നുറുക്കരിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പായസമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ചെറുപയർ പരിപ്പ് ഒരു 1/4 കപ്പ്, നുറുക്കരി അല്ലെങ്കിൽ ബ്രോക്കൺ റൈസ് ഒരു 1/4 കപ്പ്, 1/2 കിലോ ശർക്കര, തേങ്ങാപ്പാൽ 2 തേങ്ങേൻ്റെ പാലാണ്, ഇത് തമ്പാലാണ് 1.5 കപ്പ്, രണ്ടാം പാല് ഒരു 3-3.5 കപ്പോളം എടുക്കണം. പായസത്തിലിടാനുള്ള പൊടികൾ ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി. ചുക്കും ജീരകമാണ് ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ചുക്കും ജീരകം അല്ലെങ്കിൽ ഏലക്കായ മാത്രമാണെങ്കിലും ഇടാം. തേങ്ങാക്കൊത്ത് വറുത്തിടാനുള്ളതാണ് പായസത്തിക്ക്. നെയ്യ് ആവശ്യത്തിന്. ചെറുപയർ ഒന്ന് വറുത്തെടുക്കുകയാണ്. കുറച്ച് വറുത്തതിൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ ഞാൻ ബാക്കിയും കൂടി വറുത്തെടുക്കുകയാണ്. ഇതൊന്ന് മൂക്കുന്ന വരെ വറുക്കാം. ചെറുപയർ പരിപ്പും ചെറിയ അരിയും കൂടി കഴുകിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ കുറച്ചധികം വെള്ളം വെക്കണം. അതിലേക്കൊരു കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വേണ്ട, കുറച്ച് മതി, ഒന്ന് മയം വരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് 2-3 വിസിൽ വേവുന്ന വരെ വെക്കാം. ശർക്കര നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയും ചെറുപയറും വെന്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമ്മൾ ശർക്കര ഒഴിക്കുകയാണ് കേട്ടോ. 1/2 കിലോ ശർക്കരയാണ്. ഇതിൻ്റെ അടിയത്തൊന്ന് വടിച്ച് നമുക്ക് ഇളക്കിയിട്ടാം. ഇനി നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് നല്ലപോലെ ചേരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴണ്ടി വരണം. കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് വരട്ടി കൊടുക്കാം. ശർക്കര നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട്. നല്ലപോലെ ചേർന്ന് നമ്മൾ കുറച്ച് നേരം ഇട്ട് ഇളക്കി തന്നെ വേണം കേട്ടോ. ഇളക്കി കൊണ്ടേ ഇരിക്കണം, കൈ എടുക്കാതെ. ഇനി നമ്മളിതിലേക്ക് രണ്ടാം പാൽ എടുക്കുകയാണ്. ഇത് വലിയ തേങ്ങേൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 തേങ്ങയൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ബ്ലെൻഡ് ആവണ വരെ നമ്മൾ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം, കൈ എടുക്കാതെ ഇളക്കണം. പായസത്തിന് കുറേ നേരം എടുത്ത് ചെയ്താൽ അതിൻ്റെതായിട്ടുള്ളൊരു രുചി കിട്ടുള്ളൂ. നമ്മൾ നല്ലപോലെ ഇത് ഇളക്കിയൊരു 8 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. നല്ലപോലെ ഇത് ബ്ലെൻഡ് ആവണം. ഇതൊരു 15 മിനിറ്റായിട്ട് ഇപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇളക്കണം. ബ്ലെൻഡ് ആയി ഇത് കയ്യിലേക്കൊക്കെ തെറിക്കണത് നോക്കണം. നല്ലപോലെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തമ്പാൽ ചേർക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് തീ കൂട്ടി കുറച്ചു. ഇനി ഓഫ് ചെയ്തിട്ട് അത് വല്ലപോലെ വേവിക്കണ്ട. ഓഫ് ചെയ്തു. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ജീരകം, ചുക്ക്, കുറച്ച് ഏലക്കായ പൊടി. വെറും ഏലക്കായ ചേർത്താലും മതി, ഓപ്ഷണലാണ്. പക്ഷെ ചുക്കും ജീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ്. നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ ഇടാം കേട്ടോ. തേങ്ങാക്കൊത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് അതാണ്. ചെറുപയർ പരിപ്പ് പായസം റെഡിയായിട്ട് നമുക്കിനി പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ചെറുപയർ പരിപ്പും ബ്രോക്കൺ റൈസും ചേർത്തുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ഞാലിപ്പൂവൻ പഴവും കൂടെ പപ്പടവുമാണ്. മറ്റുള്ള ചെറുപഴങ്ങളും ഉപയോഗിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.